എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് LDC മെയിൻ എക്സാമിനായിക്കോട്ടെ LGS മെയിൻ എക്സാമിനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന അല്ലെങ്കിൽ 20 മാർക്കിന് ചോദിക്കുന്ന ഭാഗമാണ് ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് നൊബേൽ സമ്മാനങ്ങളാണ്. ഓക്കെ, 2020 നൊബേൽ സമ്മാനം കിട്ടിയ ആളുകളെ നമുക്ക് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ കോഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തികളെ കുറിച്ചാണ്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയത് ആരൊക്കെയാണ്? ഹാർവേ ജെ ഓൾട്ടർ, ചാൾസ് എം റൈസ്, മൈക്കേൽ ഹോക്ടൺ. ഓക്കെ, ഈ പേരുകൾ കുറച്ച് വായിച്ച് നമുക്ക് ശീലാവാനുണ്ട്. പക്ഷെ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലൂ കിട്ടും അല്ലെ. പേരിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഓർമ്മ വന്നോളും. ഓക്കെ ആണല്ലോ? അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക, ആരൊക്കെയാണ്? ഹാർവേ ജെ ഓൾട്ടർ, ചാൾസ് എം റൈസ്, മൈക്കേൽ ഹോക്ടൺ. ഈ 3 വ്യക്തികൾക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 2020. ഓക്കെ, എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ കണ്ടുപിടുത്തത്തിനാണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ കണ്ടുപിടുത്തത്തിനാണ് എന്ത് ലഭിക്കുന്നത്? നൊബേൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിൽ ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? ഹാർവേ ജെ ഓൾട്ടർ, ചാൾസ് എം റൈസ്, മൈക്കേൽ ഹോക്ടൺ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് മൈക്കേൽ ഹോക്ടണിലെ ടണ്ണ് ഞാൻ എടുത്തു കേട്ടോ. മൈക്കേൽ ഹോക്ടൺ ആണ്. അപ്പം ടൺ എന്നെടുത്തു, ഇതിലെ റൈസ് എടുത്തു, ദെൻ ഇതിലെ ഹാർവേ എടുത്തു കേട്ടോ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ടൺ കണക്കിന് റൈസ് ഹാർവെസ്റ്റ് ചെയ്യുക അല്ലേ. ടൺ കണക്കിന് റൈസ് ഹാർവെസ്റ്റ് ചെയ്തു എന്ന് ഓർത്താൽ നമുക്ക് എന്ത് കിട്ടും? ഹാർവേ ജെ ഓൾട്ടർ അല്ലെ. ഹാർവെസ്റ്റ് എന്നുള്ളതിൽ നിന്ന് ഹാർവേ ജെ ഓൾട്ടർ എന്ന് കിട്ടും. റൈസ് എന്ന് പറയുമ്പോൾ ചാൾസ് എം റൈസ് എന്ന് കിട്ടും. മൈക്കേൽ ഹോക്ടൺ എന്നുള്ളതിൽ നിന്ന് ടൺ. അപ്പോൾ ടൺ കണക്കിന് റൈസ് ഹാർവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കിത് 3 പേരും കിട്ടും അല്ലെ വൈദ്യശാസ്ത്രത്തിൽ. അപ്പോൾ റൈസ് വൈദ്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡാണ് അല്ലെ. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് എന്നുള്ളൊരു രീതിയിൽ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട നൊബേൽ സമ്മാനമാണെന്നും കൂടെ ഓർക്കാലോ അല്ലെ. അപ്പോൾ റൈസ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എന്നുള്ള രീതിയിൽ വൈദ്യശാസ്ത്രമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ടൺ കണക്കിന് റൈസ് ഹാർവെസ്റ്റ് ചെയ്തു എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ 3 പേരെയും കിട്ടി. എന്തിനാണ് അവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയതെന്നും കൂടെ ഓർത്തിരിക്കുക. ഹെപ്പറ്റൈറ്റിസ് സി വൈറസിന്റെ കണ്ടുപിടുത്തത്തിനാണ്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ കോഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്തത് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയവരെ കുറിച്ചാണ്. ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ്? റോഗർ പെൻറോസ്, റെയിൻഹാർഡ് ജെൻസൽ, ആൻഡ്രിയ ഗേസ്. പേരുകൾ ഒന്നുകൂടെ പറയാം. റോഗർ പെൻറോസ്, റെയിൻഹാർഡ് ജെൻസൽ, ആൻഡ്രിയ ഗേസ് എന്നീ 3 വ്യക്തികൾക്കാണ് ഭൗതിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. തമോഗർത്തവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ്. ഓക്കെ, തമോഗർത്തവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ ഈ പേരുകൾ ഓർത്തിരിക്കാനായിട്ട് ഇവിടെ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഫിസിക്സ് ക്ലാസ്സിലിരുന്നിട്ട് ഫിസിക്സ് ക്ലാസ്സിലിരുന്നിട്ട് പുറത്തുള്ള മഴ, ഇവിടെ റെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ റെയിൻ എന്ന് പറയുമ്പോൾ മഴയത്ത് നിൽക്കുന്ന റോസാപ്പൂവിനെ നോക്കിക്കൊണ്ടിരുന്ന ആൻഡ്രിയയുടെ മേലെ ടീച്ചർ എന്ത് ചെയ്തു? കേസ് എടുത്തു. കേസ് എടുത്തു. അങ്ങനെ കേസൊന്നും എടുക്കില്ല, നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഫിസിക്സ് ക്ലാസ്സിൽ ഇരുന്നിട്ട് മഴയത്ത് നിൽക്കുന്ന റോസിനെ നോക്കിക്കൊണ്ട് മഴയത്ത് നിൽക്കുന്ന റോസാപ്പൂവിനെ നോക്കിക്കൊണ്ടിരുന്ന ആൻഡ്രിയയുടെ മേലെ ടീച്ചർ എന്തെടുത്തു? കേസ് എടുത്തു. കേസ് ഗെയ്സ്. കിട്ടിയല്ലോ? അപ്പോൾ ഓർത്തിരിക്കുക, ഫിസിക്സ് ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. അപ്പോൾ ഫിസിക്സ് ക്ലാസ്സിലിരുന്ന് മഴയത്ത് എന്ന് പറയുമ്പോൾ റെയിൻഹാർഡ് ജെൻസൽ, റോസാപ്പൂവിനെ എന്ന് പറയുമ്പോൾ റോഗർ പെൻറോസ്. അപ്പോൾ ആൻഡ്രിയയുടെ മേലെ കേസ് എടുത്തു എന്ന് പറയുമ്പോൾ ആൻഡ്രിയ ഗേസ്. കിട്ടിയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്സ് ക്ലാസ്സിലിരുന്ന മഴയത്ത് റോസാപ്പൂവിനെ നോക്കിക്കൊണ്ടിരുന്ന ആൻഡ്രിയയുടെ മേലെ ടീച്ചർ എന്തെടുത്തു? കേസ് എടുത്തു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ്?
റെയിൻഹാർഡ് ജെൻസൽ, റോഗർ പെൻറോസ്, ആൻഡ്രിയ ഘേസ്. കിട്ടിയല്ലോ. എന്തുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ്? തമോഗർത്തവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് എന്ത് ലഭിക്കുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കോഡ് എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ഇതൊരു തവണ ക്ലാസ് കണ്ടാൽ തന്നെ മതിയാവും, നിങ്ങൾക്ക് എക്സാം ടൈമിൽ എന്തായാലും ഓർമ്മ വന്നോളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫിസിക്സ് ക്ലാസ്സിൽ മഴയത്ത് നിൽക്കുന്ന റോസാപ്പൂവിനെ നോക്കിക്കൊണ്ടിരുന്ന ആൻഡ്രിയയുടെ മേലെ കേസ് എടുത്തു എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് റോഗർ പെൻറോസ്, റെയിൻഹാർഡ് ജെൻസൻ, ആൻഡ്രിയ ഘേസ്. കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. അടുത്തത് രസതന്ത്രം. രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചവരാണ് ഇമ്മാനുവൽ ഷാർപെൻഡർ, ജെനിഫർ എ ഡൂഡ്ന. ഓക്കെ, ഇമ്മാനുവൽ ഷാർപെൻഡർ, ജെനിഫർ എ ഡൂഡ്ന. ജീനോം എഡിറ്റിംഗ്. ഓക്കെ, ജീനോം എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് രസതന്ത്രം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ് രസതന്ത്രം, അല്ലെ? മോഹൻലാലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് രസതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം അവതരിപ്പിച്ചത് എന്താണ്? കാർപെൻഡർ ആയിട്ടാണ്, അല്ലെ? കാർപെൻഡർ ആയിട്ടാണ്, ആശാരി ആയിട്ടാണ്. അപ്പോൾ കാർപെൻഡർ, ഇവിടെ ഷാർപെൻഡർ എന്നുള്ളതാണ്, കാർപെൻഡർ എന്ന് ഓർക്കാം നമുക്ക്. അപ്പോൾ കാർപെൻഡർ ആണ്. ഓക്കെ, രസതന്ത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഓർക്കുക, കാർപെൻഡർ ആണ് എന്നുള്ളത് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ നായിക ആരാണ്? ജെനിഫർ ആണ്. ജെനിഫർ അല്ല, മീര ജാസ്മിൻ ആണ്. അപ്പോൾ മീര ജാസ്മിൻ്റെ മറ്റൊരു, അല്ലെ, ഗ്രാമഫോൺ എന്ന് പറയുന്ന ഒരു സിനിമയിലെ കഥാപാത്രമാണ് ജെനിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും, അല്ലെ? അപ്പോൾ കാർപെൻഡറും ജെനിഫറും കിട്ടിയല്ലോ. അപ്പോൾ രസതന്ത്രം ഫിലിം ആലോചിക്കുക, കാർപെൻഡർ എന്ന് പറയുന്ന കഥാപാത്രമാണ് മോഹൻലാലിൻ്റെതെന്ന് ആലോചിക്കുക. നായിക ആരാണ്? മീര ജാസ്മിൻ്റെ പേര് ജെനിഫർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കാർപെൻഡറും ജെനിഫറും കിട്ടിയല്ലോ. അപ്പോൾ രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? ഇമ്മാനുവൽ ഷാർപെൻഡർ, കാർപെൻഡർ എന്ന് ഓർക്കുക. ജെനിഫർ എ ഡൂഡ്ന, ജീനോം എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് ലഭിക്കുന്നത്. രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. അപ്പോൾ 2020 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. ഓക്കെ, വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ സമാധാനമൊന്നും ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് വിശന്നിരുന്നാൽ സമാധാനം ഉണ്ടാവില്ല, അങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കാം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് ഓർക്കാം. ഇല്ലെങ്കിൽ സമാധാനം എന്നുള്ളതിന് പീസ് എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ഒരു പീസ് ഫുഡ്, അല്ലെ? ഒരു പീസ് ഫുഡെങ്കിലും എല്ലാവരും കഴിച്ചിരിക്കണം, അങ്ങനെ ഓർക്കാം. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. വേൾഡ് ഫുഡ് പ്രോഗ്രാം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. ദെൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം കൂടെ ഓർത്തിരിക്കുക, റോമാണ് കേട്ടോ. റോമാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം. ഓക്കെ ആണല്ലോ. അപ്പോൾ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 2020 വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ്. അപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്നുള്ള കണക്ഷൻ വെച്ച് പഠിക്കുക. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം എവിടെയാണ്? റോമിലാണ്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവരാണ്. ഓക്കെ, അപ്പോൾ 2020 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയവർ ആരൊക്കെയാണ്? പോൾ ആർ മിൽഗ്രോം. ഓക്കെ, പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണുമാണ്. ഓക്കെ, റോബർട്ട് ബി വിൽസൺ, പോൾ ആർ മിൽഗ്രോം എന്നീ രണ്ട് വ്യക്തികൾക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്ത് ലഭിക്കുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ അഥവാ ലേലം. ഓക്കെ, ലേലം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ലേലം തിയറിയിലെ പരിഷ്കാരങ്ങളും പുതിയ ഓപ്ഷൻ അല്ലെങ്കിൽ ലേലം ഫോർമാറ്റുകളുടെ കണ്ടുപിടുത്തത്തിന്. അപ്പോൾ ലേലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെ? ഓപ്ഷൻ അല്ലെങ്കിൽ ലേലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്താ പോൾ ആർ മിൽഗ്രോമിനും റോബർട്ട് ബി വിൽസണും സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്ത് ലഭിക്കുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് ഇവിടെ മിൽ എന്നുണ്ട്, ഇവിടെ വിൽ എന്നുണ്ട്, അല്ലേ? അപ്പോൾ മില്ലും വില്ലും, അപ്പോൾ ലേലം ചെയ്ത് മില്ലും വില്ലും സമ്പന്നരായി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ലേലം ചെയ്ത് മില്ലും വില്ലും സമ്പന്നരായി എന്ന് ഓർത്തിരിക്കുക. അപ്പം ലേലം ചെയ്ത് എന്ന് പറയുമ്പോൾ ലേലവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് എന്താ മില്ലെന്ന് പറയുമ്പോൾ പോൾ ആർ മിൽഗ്രോം, വില്ലെന്ന് പറയുമ്പോൾ റോബർട്ട് ബി വിൽസൺ, സമ്പന്നരായി എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രം. കിട്ടിയല്ലോ. അപ്പോൾ ലേലവുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ലേലം ചെയ്ത് ലേലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മില്ലും പോൾ ആർ മിൽഗ്രോം, വില്ലും എന്ന് പറയുമ്പോൾ റോബർട്ട് ബി വിൽസൺ,
സമ്പന്നരായി. സാമ്പത്തിക ശാസ്ത്രം കിട്ടിയല്ലോ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കാണ്. കോഡ് ഓർത്ത് വയ്ക്കുക. പോൾ ആർ മിൽഗ്രോം, റോബർട്ട് ബി വിൽസൺ, രണ്ടുപേർക്കാണ് കിട്ടുന്നത് ലേലവുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് സാഹിത്യം. സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ലൂയിസ് ഗ്ലുക്കിനാണ്. ഓക്കെ, ലൂയിസ് ഗ്ലുക്കിനാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് ഈ ഗ്ലുക്ക് എന്നുള്ളതിൽ ഒരു ലക്ക് കിടപ്പുണ്ട് അല്ലേ, LUCK. അപ്പോൾ സാഹിത്യത്തിലൊക്കെ നൊബേൽ സമ്മാനം കിട്ടണമെങ്കിൽ എന്ത് വേണം, ഒരു ലക്ക് വേണം എന്ന് ഓർക്കുക. അപ്പോൾ ലൂയിസ് ഗ്ലുക്ക് നമുക്ക് കിട്ടും. ഗ്ലുക്കിൽ എന്തുണ്ട്, ലക്ക് ഉണ്ട്. അപ്പോൾ സാഹിത്യത്തിൽ നൊബേൽ കിട്ടണമെങ്കിൽ എന്ത് വേണം, ലക്ക് വേണം. ഇനി സാഹിത്യത്തിലാണ് ലക്ക് എന്നുള്ളത് കണക്ട് ചെയ്യാനായിട്ട് സാഹിത്യം എന്നുള്ളതിന് ലിറ്ററേച്ചർ എന്നല്ല പറയാം. അപ്പോൾ ലിറ്ററേച്ചർ എന്നുള്ളതിന് LIT അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ L ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആ L വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, ലിറ്ററേച്ചറിൽ ലക്കും ലൂയിസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ലൂയിസ് ഗ്ലുക്കിനാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ട് എന്ത് കിട്ടുന്നത്, നൊബേൽ സമ്മാനം കിട്ടുന്നത് 2020. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൊബേൽ സമ്മാനം 2020 കിട്ടിയത്. നമ്മൾ പഠിച്ചു അല്ലെ, വൈദ്യശാസ്ത്രത്തിൻ്റെ പഠിച്ചു, സാമ്പത്തിക ശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം, സമാധാനം, കാര്യങ്ങളെല്ലാം പഠിച്ചു. കോഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.